കേരളം ഇന്ന് ഏറെ ഞെട്ടലോടെ കേട്ട വാർത്തയാണ് ആലപ്പുഴയിലെ വാഹനാപകടം. സംഭവത്തിൽ 5 വിദ്യാർത്ഥികളുടെ ജീവനാണ് പൊലിഞ്ഞത്. TD മെഡിക്കൽ കോളേജിലെ ആദ്യവർഷ വിദ്യാർത്ഥികളായ 5 പേരാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ കളർക്കോട് ചങ്ങനാശ്ശേരി മുക്കിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം നടന്നത്. കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളുമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും രംഗത്ത് വന്നിരിക്കുകയാണ്. വാഹന ഉടമയെ ചോദ്യം ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. വിദ്യാർത്ഥികൾ ഉപയോഗിച്ച വാഹനം സ്വകാര്യ വ്യക്തിയുടേതാണ്. വാഹനം വാടകയ്ക്ക് നൽകാനുള്ള ലൈസൻസ് വാഹന ഉടമയ്ക്ക് ഇല്ല. വാടകയ്ക്ക് നൽകിയതാണോ എന്ന കാര്യം പരിശോധിക്കുമെന്നും MVD അറിയിച്ചു. പണം ഞങ്ങൾ തരും. നിലവിൽ കാർ ഉടമയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഇയാളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. 2010 രജിസ്ട്രേഷനാണ് വാഹനം. വാഹനത്തിൻ്റെ പേപ്പറുകളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. റെന്റ് എ കാർ അല്ലെങ്കിൽ റെന്റ് എ ക്യാബ് എന്ന തരത്തിലുള്ള ലൈസൻസ് വാഹനത്തിനില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയതെന്ന കാര്യം കാർ ഉടമ എന്തായാലും വ്യക്തമാക്കേണ്ടി വരും. എത്രയും വേഗം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. പോലീസ് അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ KSRTC ബസ്സിൻ്റെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാർ ഓടിച്ചയാളുടെ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഓടിച്ച വിദ്യാർത്ഥി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.